ഈ വ്യക്തിക്ക് മനസ്സിലായി ഈ റിലേഷൻഷിപ്പ് ശരിയല്ല. ആ വ്യക്തിയുടേതായിട്ട് എൻ്റെ കയ്യിലുള്ള എന്തേലും സൊവനീർ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കണം. അവർ തിരിച്ച് ക്ലാസ് റൂമിലോ കോളേജിലോ പോകുമ്പോൾ അവരെ കാണാനൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. രണ്ടുപേരും കൂടെ തീരുമാനമെടുത്ത് ആ കോണ്ടാക്റ്റ് ഇല്ലാതാക്കിയാലേ മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബന്ധം ബ്രേക്കപ്പ് ആയാൽ മിനിമം 6 മാസമെങ്കിലും വേണം അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ. ഈ മൂവ് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ ട്രോമയുണ്ട്. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഇത് ഈ ട്രോമായി ഊതി കത്തിച്ചോണ്ടിരിക്കും. അവനവൻ്റെ തെറ്റ് സമ്മതിക്കുക. പണ്ടത്തെ ആ ട്രഡീഷണൽ ജെൻഡർ ബൗണ്ടറി ഒന്നും ഇല്ല ഇപ്പോൾ. എ ഹാപ്പി മീഡിയം. ടു മച്ചും ടു ലെസ്സും വേണ്ട. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക. റോങ് ഇന്റൻഷൻ മനസ്സിലായ ഉടൻ തന്നെ അത് ഹാൻഡിൽ ചെയ്യുക. പക്ഷെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കായിരുന്നു ഈ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ടോപ്പിക്ക് ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. നമ്മുടെ ചേർച്ചസിലായാലും നമുക്ക് പലയിടത്തും ഡിസ്കസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സെക്ഷൽ അബ്യൂസ് പോലത്തെ കാര്യങ്ങൾ. ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ക്യാമ്പിൽ ഞങ്ങളിങ്ങനെ ഒരു Q&A സെക്ഷൻ ഇങ്ങനെ നടത്തുമ്പോൾ അവിടെ റേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നെ സ്പിരിറ്റ് കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ തന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്തു. എനിക്ക് അയാളോട് വളരെയധികം ദേഷ്യമാണ്. ഞാൻ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും? റീസെൻ്റായിട്ട് ഇതേപോലത്തെ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ വളരെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഇത് കുട്ടികൾക്ക് നൽകുന്നത്. സോ ഇങ്ങനെ ട്രോമ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ടിപ്സോ സ്റ്റെപ്സോ എന്തെങ്കിലും? നമ്മുടെ ഇന്ത്യയിലെ ജനറൽ ആയിട്ടുള്ള ഒരു റേഷ്യോ എടുത്താൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഇടയ്ക്ക് നടത്തിയ പല സർവേസും പറയുന്നത് 100 കുട്ടികൾ എടുത്താൽ അതിലെ 67 കുട്ടികളോളം ഏതെങ്കിലും വിധത്തിലുള്ള ഫിസിക്കൽ അബ്യൂസിന് വിധേയപ്പെട്ടിട്ടുണ്ട്. അതിലെ 46% പേരും സെക്ഷൽ അബ്യൂസിൻ്റെ അങ്ങേ അറ്റം വരെ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വളരെ ട്രോമാറ്റിക് ആവുന്ന ലെവലിലുള്ള സെക്ഷൽ അബ്യൂസിന് വിധേയപ്പെട്ടിട്ടുണ്ട്. പിന്നെ നല്ലൊരു ശതമാനം പേരും റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് അങ്ങ് വേഴ്സായിട്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ കളങ്കമാകുന്ന ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് പോക്സോ എന്ന് പറയുന്ന ഒരു ബില്ല് പാസ്സാക്കിയത്. അത് കുട്ടികളെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബില്ലാണ്. അത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഗവൺമെൻറ്. എന്നിട്ടും ഈ ക്രൈം കുറയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ അബ്യൂസിൻ്റെ അപ്പുറത്തുണ്ടാകുന്ന ട്രോമ അതിജീവിക്കാൻ എന്ത് ചെയ്യാം? ഏത് ട്രോമയുടെയും പ്രധാനപ്പെട്ട വില്ലനാണ് റീട്രോമറ്റൈസേഷൻ. റീട്രോമറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തിയാണ് ചെയ്യുന്നത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് ചെയ്തത്. അപ്പോൾ ഈ കൊച്ചിനോട് നമ്മൾ ചോദിക്കും, അപ്പം എന്നാ പ്രതികരിക്കാന്ന്? എനിക്ക് അറിയാൻ മേല എന്ത് കാരണം അതുപോലത്തെ ഷോക്കിംഗ് ആയിരുന്നു ഈ വ്യക്തിയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചു. രണ്ടാമത്, ഇത് ആ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് തെറ്റല്ലെന്നും ഇതൊക്കെ സ്വാഭാവികമാണെന്നും സാധാരണ ആണെന്നുള്ളൊരു ബ്രെയിൻ വാഷിങ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അങ്ങ് ഇതായിക്കളെ ബ്രെയിൻ വാഷ് രീതി. അത് ഈ അബ്യൂസേഴ്സിന്റെ എല്ലാം ഒരു സ്കില്ലാണ്. അവരങ്ങ് ബ്രെയിൻ വാഷ് ചെയ്ത് കളയും. മൂന്നാമത്തെ പ്രശ്നം, ഇതൊരു വിഷയമാകുന്നു എന്ന് കാണുമ്പോൾ ഈ അബ്യൂസർ എന്ത് ചെയ്യുന്നറിയാവോ? ഈ വിക്ടിമിനെ കുറ്റപ്പെടുത്തും. ഇപ്പൊ 18 വയസ്സ് തികയാത്ത ഒരാള് ഉഭയസമ്മതത്തോടെ അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ബന്ധമാണെങ്കിൽ പോലും അത് അബ്യൂസാണ്. കാരണം ആ കൊച്ചിന് തീരുമാനം എടുക്കാനുള്ള കഴിവായില്ല, 18 വയസ്സായിട്ടില്ല. അപ്പോൾ അബ്യൂസർ കൾപ്രിറ്റാണ് അവിടെ. 18 വയസ്സ് കഴിഞ്ഞാൽ പോലും ഈ അബ്യൂസേഴ്സിൻ്റെ ഈ പറയുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു ട്രോമയിലൂടെ പോവുകയോ നിങ്ങൾ അതിൽ സ്ട്രഗിൾ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നാമത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങളല്ല ഇതിൻ്റെ ഉത്തരവാദി. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗിൽറ്റിയിൽ നിന്ന് പുറത്ത് കിടക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളാണോ അങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുത്തത്? നിങ്ങൾ എത്ര പറഞ്ഞ് ഇതാക്കിയാണ് നിങ്ങൾ അബ്യൂസ് ചെയ്തത്? പ്രത്യേകിച്ച് നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ.
അപ്പം ഞാൻ പറയും, ഇടയ്ക്കിടയ്ക്കെല്ലാം ഇത് മനസ്സിനകത്തേക്ക് തള്ളി കയറി വന്ന് വീണ്ടും വീണ്ടും കരഞ്ഞ് വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര വർഷം നിങ്ങൾ മുന്നോട്ട് പോയാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല. ഇതിൽ നിന്ന് പുറത്ത് വരത്തില്ല. പിന്നെ എന്ത് പറ്റും? ഫാമിലി ലൈഫിനെ കാര്യമായിട്ടത് ബാധിക്കും. എല്ലാം സ്പിരിച്വാലിറ്റിയെ ജീവിതം മൊത്തം ബാധിക്കും. അപ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് ഈ റീട്രോമറ്റൈസിങ് മനഃപൂർവ്വം ഒഴിവാക്കണം. മനഃപൂർവ്വം ഒഴിവാക്കണമെന്ന് വെച്ചാൽ ഈ ഇമേജസും ഈ വിഷ്വൽസും കയറി വരുമ്പം മനസ്സിനെ പിടിച്ചങ്ങ് വഴിതിരിച്ചു വിടണം. അത് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഞാൻ കണ്ടിടത്തോളം ഇതുപോലത്തെ ദുരനുഭവങ്ങളുടെ പോകുന്ന പിള്ളേർ പലരും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് സമൂഹത്തെ പേടിയാണ്. ഹെൽപ്പ് പാസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാരന്റ്സിനോട് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയും. ആരോടും പറയുന്നത്, പ്രത്യേകിച്ച് പാരന്റ്സിനോട് പറയാൻ കൊച്ചുങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. എനിക്കുള്ള ചില കൗൺസിലിംഗ് എക്സ്പീരിയൻസുകളിൽ ചില പിള്ളേർ എന്നോട് പറയുന്നത്, എൻ്റെ സാറേ പപ്പ അറിഞ്ഞ ആ വ്യക്തിയെ പോയി കൊല്ലും, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അറിയിക്കാത്തത്. അപ്പോൾ പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ പോക്സോയുടെ ഇതനുസരിച്ച് നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് ഇത്തരം കേസ് പറഞ്ഞാൽ നമ്മളത് ഹൈഡ് ചെയ്യാൻ പാടില്ല. ഹൈഡ് ചെയ്താൽ നമ്മളും ആൻസർ ചെയ്യേണ്ട വരും കോടതിയിൽ. അപ്പം പാരൻസിലേക്ക് ഇത് കണക്ട് ചെയ്തേ പറ്റൂ, ഹെൽപ്പ് എടുത്തേ പറ്റൂ, ലീഗൽ സ്റ്റെപ്പ് എടുത്തേ പറ്റൂ. അതിനുവേണ്ടി പതുക്കെ പതുക്കെ ഈ കൊച്ചിനെ പര്യാപ്തപ്പെടുത്തുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. പക്ഷേ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പം ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായാൽ നമ്മൾ ലീഗലി മൂവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതിൻ്റെ അപ്പുറത്ത് വരുന്നത് എന്ത് പ്രശ്നമാണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അബ്യൂസിലൂടെ പോകുന്ന ആരോ ആകട്ടെ, മെയിൽ ഓർ ഫീമെയിൽ, പ്രത്യേകിച്ച് ഫീമെയിൽ, ഈ അബ്യൂസ് ചെയ്യപ്പെട്ട ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്താൽ വനിതാ പോലീസിനെ ആ പെൺകൊച്ചിനോട് ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരുടെ മുമ്പിലൊന്നും ഇത് വിശദീകരിക്കേണ്ട വരത്തില്ല. ഈ പോക്സോ കേസ് എടുക്കുന്നത് വനിതാ ജഡ്ജി എടുക്കത്തുള്ളൂ, ഇത് പെൺകുട്ടിയാണെങ്കിൽ. അപ്പോൾ ജഡ്ജിയോട് ഈ കേസ് വിശദീകരിക്കണമെങ്കിൽ അതൊരു കോർട്ടിൻ്റെ ഇതിനകത്തായിരിക്കും, പ്രൈവറ്റ് ഹിയറിംഗ് ആയിരിക്കും, അല്ലാതെ എല്ലാവരും കേൾക്കുകയൊന്നും പറയിപ്പിക്കത്തില്ല. അപ്പോൾ ചിലർ പേടിക്കുന്നത് നാളെ പത്രത്തിൽ വരും. നോ, അങ്ങനെ ആളുടെ പേര് പോലും പത്രത്തിൽ വന്നാൽ പത്രക്കാരനെ അകത്തിടും. അത്രയും പ്രൊവിഷൻ ഉണ്ട്, ഇത് മനസ്സിലാക്കുന്നില്ല പലരും. അപ്പോൾ ഒരു കൗൺസിലിംഗ് സെക്ഷൻ എന്തായാലും പാസ്റ്ററിന്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അതെപ്പോഴും ലീഗലി മൂവ് ചെയ്യാനായിരിക്കും. ഡെഫിനറ്റ്ലി ലീഗലി മൂവ് ചെയ്യണം എന്ന് മാത്രമല്ല, നിങ്ങളൊരു സപ്പോർട്ട് സിസ്റ്റം എടുത്തേ പറ്റൂ. ഒരു കൗൺസിലർ പോലെ പ്രൊഫഷണൽ കൗൺസിലറാണ് ഏറ്റവും ബെസ്റ്റ് റെക്കമെൻഡേഷൻ. അതിൻ്റെ കൂട്ടത്തിൽ ആ പ്രൊഫഷണൽ കൗൺസിലർ നിങ്ങളെ ചിലപ്പം പാരൻസുമായിട്ട് നല്ല ബോണ്ടിങ് ആക്കി പാരൻസിനെ തന്നെ ഒരു ഹെൽപ്പാക്കി മാറ്റിയേക്കാം, ഇല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം രൂപപ്പെടുത്തിയേക്കാം. അവിടെയൊക്കെ നിങ്ങൾക്കൊരു സഹായം ലഭിക്കും. പിന്നെ അടുത്തൊരു കാര്യമുള്ളത്, ചിലരൊക്കെ ഇത് പറയാൻ മടിക്കുന്നത്, ഞാനിത് പറഞ്ഞാൽ എന്നെ അബ്യൂസ് ചെയ്ത അങ്കിള്, അത് ചിലപ്പോൾ അമ്മയുടെ ആംഗിളായിരിക്കും, ചിലപ്പോൾ അപ്പൻ്റെ അനിയനായിരിക്കും, പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും, അത് പത്രത്തിൽ വരികയും ചെയ്യും, അതെൻ്റെ കുടുംബത്തിലുണ്ടാക്കിയേക്കാവുന്ന വിഷയങ്ങളാണ്. ഇങ്ങനെ ഒരു പോക്സോ കേസിൽ ഇതായി ആ പുള്ളിയെ ആത്മഹത്യ ചെയ്തു, എന്നിട്ട് ആ കൊച്ചിന് ഭയങ്കര ട്രോമ ആയിട്ട് പിന്നെ കൗൺസിലിംഗ് ഉണ്ടെന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഞാനത് ആദ്യം പറഞ്ഞൊരു കാര്യം വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഒരു അബ്യൂസ് സംഭവിച്ചു കഴിഞ്ഞു, ഇനി നമുക്കതിനെ ഹാൻഡിൽ ചെയ്ത് പുറത്തു കിടക്കണം. അബ്യൂസറിന് അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. നിങ്ങൾ ഇതിൽ നിന്ന് കംപ്ലീറ്റ് പുറത്തു കിടക്കുകയും വേണം. അപ്പം പെയിൻഫുൾ ആണോ? ഡെഫിനറ്റ്ലി അതെ. ആ പെയിൻ സഹിച്ച് അനുഭവിച്ച് പുറത്തു കിടക്കണം. ഇല്ലെങ്കിൽ എന്താണ്, ഇത് സപ്രസ് ചെയ്യും തോറും ഇതിങ്ങനെ സ്പ്രിങ് ആക്ഷൻ പോലെ കുറെ കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും, ചീറ്റിത്തെറിക്കും. പക്ഷെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത് തന്ന ടോപ്പിക്കായിരുന്നു ഈ അബ്യൂസിൽ പെടുന്നവരെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ന്യൂസിൽ വായിക്കുന്നതും മറ്റുമായിട്ടുള്ള പല കാഴ്ചകളിലും കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ, അവർ ചിലപ്പോൾ പലരെയും ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ മെൻറ്ററായിട്ട് കാണുന്ന ചിലരെയൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് അവരത് ഓപ്പണായി പറയുമ്പോൾ അവരതിനെ ഒരു അബ്യൂസിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു ചെയ്തിട്ട് അബ്യൂസ് ചെയ്യുന്ന കേസസ് വളരെ കൂടുതൽ. സോ അങ്ങനെ വരുമ്പം എങ്ങനെ റൈറ്റായിട്ടുള്ള ആൾക്കാർ, പാരൻസ് അല്ലാതെ ഒരു കൗൺസിലറിൻ്റെ അപ്പുറത്ത് പുറത്തുനിന്നുള്ള ഒരാളോട് ഇത് ഷെയർ ചെയ്യുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻ എല്ലാവരോടും പറയാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പിന്നെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് ഓപ്പണായിട്ട് ഒരാളോട് പറയുന്നതിന് മുൻപേ ആ ആളെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ശരിക്കും നമുക്ക് അത്രയും ട്രസ്റ്റ് തോന്നുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ തുറന്ന് പറയുന്നതിൽ നിന്ന് നമ്മളെ തടയേണ്ട കാര്യമില്ല. നമ്മളീ പറഞ്ഞ എന്തെങ്കിലും ആ ആള്
ദുരുപയോഗം ചെയ്യുന്നതായിട്ട് തോന്നുകയോ അത് വെച്ച് വേറൊരു കണ്ണിലൂടെ നമ്മളെ കാണാൻ ശ്രമിക്കുന്നതായി തോന്നുകയോ ചെയ്താൽ ശരിക്കും അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്റ്റേണായിട്ട് നമ്മുടെ കാര്യം അവതരിപ്പിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ അഗ്രസീവ് ആകുകയല്ല. നമ്മളിപ്പം നമ്മളൊരാളോട് നമ്മുടെ അബ്യൂസ് എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്തു, ആ ആൾ പിന്നെ രാത്രിയൊക്കെ വിളിച്ച് പിന്നെ അങ്ങോട്ട് വല്ലാത്ത രീതിയിൽ അപ്പം അങ്ങനെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ അത് കട്ട് ഓഫ് ചെയ്യണം. എനിക്കിത് താല്പര്യമില്ല, ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാനിത് പറഞ്ഞത് ഇന്ന ലക്ഷ്യം കൊണ്ടാണ് എന്ന് വെച്ച് അതിൻ്റെ അർത്ഥം ഇന്ന വിധത്തിലൊക്കെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ കഴിയുമെന്നല്ല എന്ന് തന്നെ സ്നേഹത്തോടെ തന്നെ അങ്ങ് പറയാൻ കഴിയുക. അപ്പം അഗ്രസീവ് ആകുകയും സൈലൻ്റ് ആവുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് അസർട്ടീവ് ആകുക എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് സൂക്ഷിച്ചാൽ ഒരു പക്ഷേ നമ്മൾ തുറന്നു പറഞ്ഞത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഒരു പ്രശ്നമുള്ളത് ഈ സ്ഥിരമായിട്ട് അബ്യൂസിലൂടെ പോകുന്ന ആളുകൾ, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യും, നല്ല പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടിയ ഒരാളുടെ സഹായം തേടണം. എന്നാന്ന് വെച്ചാൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് മേഖലകൾ ദൈവം ഒരു അതിർവരമ്പ് നമ്മുടെ മനസാക്ഷിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ടെന്നത് പോലും ചിലപ്പോൾ തോന്നില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. ഇമ്മ്യൂണൈസേഷൻ ഉണ്ടാകുക എന്ന് പറയും, മനസാക്ഷി മരവിച്ചു പോകുക എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും ഏത് വിധത്തിൽ ആർക്കും അവരെ ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന ഒരു രംഗത്തിലേക്ക് അവർ ചിലപ്പം വീണുപോകും. അപ്പോൾ അതിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ എല്ലാവരോടും പറയാനും പറ്റില്ല. ചിലപ്പോൾ അത് തന്നെ ഒരു അബ്യൂസ് എക്സ്പീരിയൻസിലേക്ക് പോകും. അപ്പോൾ ആ പറഞ്ഞത് കറക്റ്റാണ്. അവിടെ ഞാൻ പറയും പ്രൊഫഷണൽ ട്രെയിനിങ് എടുത്തൊരു കൗൺസിലർ, ആ കൗൺസിലർ അതിൻ്റെ എത്തിക്സും കൂടെ സൂക്ഷിക്കുന്ന ആളായിരിക്കും എന്നുള്ള അസംഷനിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാത്തവർ കാണാം. പക്ഷേ പ്രൊഫഷണൽ ട്രെയിനിങ് എടുത്തൊരു കൗൺസിലറിനോട് പറഞ്ഞ് അതിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തി പ്രാപിക്കാൻ ഒരു അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഡിസ്കഷനിൽ മെയിൻലി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് കൊണ്ടാവുന്ന പ്രോബ്ലങ്ങൾ, അതേപോലെ തന്നെ ഈ സെക്ഷുവലി അബ്യൂസ്ഡ് ആവുന്ന പ്രോബ്ലംസ്, അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പാസ്റ്ററിൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിൽ നിന്നും അല്ലാതെയും പല എക്സ്പീരിയൻസും പ്രാക്ടിക്കൽ സ്റ്റെപ്സും നമ്മളോട് ഷെയർ ചെയ്തു. പലപ്പോഴും അതിൽ മെയിനായിട്ട് ഹൈലൈറ്റായിട്ട് നമ്മൾ കാണുന്നത് ചിലപ്പോൾ ആ ഒരു പ്രസൻറ്റ് ടൈമിൽ ഒരു ഗെയിനിന് വേണ്ടി പലപ്പോഴും ഇതിലൊക്കെ പെട്ടുപോകുന്നവരൊക്കെ പലപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാതെ ഫ്യൂച്ചറിൻ്റെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് ഒരു പ്ലഷറിന് വേണ്ടി ചെയ്യുന്നതെല്ലാം വളരെ ഒരു മാസീവ് ഇമ്പാക്റ്റ് നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നതായിട്ട് കാണാം. സോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസിൽ കൂടി കടന്നു പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്.